ചക്കക്കുരു ഒരുപാട് കാലം നല്ല ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കക്കുരുവൊക്കെ സീസൺ അല്ലാത്തപ്പോഴും ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയിൽ നിന്ന് നമ്മൾ ചുളയിൽ നിന്ന് എടുത്ത പാടുള്ള ചക്കക്കുരു യൂസ് ചെയ്യരുത്. അതിൽ വെള്ളപ്പറ്റൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ മോശമായി പോകും. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ഉണങ്ങിയ ആ ഒരു സമയത്തുള്ളതാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ നല്ലത് മാത്രം യൂസ് ചെയ്യുക. പൊട്ടിയതൊക്കെ അങ്ങ് കളയുക. എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലുള്ള പാക്കറ്റിൽ സൂക്ഷിച്ച് വെക്കാം. എയറൊന്നും കിടക്കാത്ത വിധത്തിൽ നല്ലപോലെ ഒന്ന് കെട്ടിയിട്ട് നമുക്കൊരു സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ ഇത് ഇട്ട് വെക്കുന്നത് നമ്മൾ ഇതുപോലുള്ള കലത്തിലോ മൺകലത്തിലോ ചട്ടിയിലോ അങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു പാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്ടിയോ എടുത്തിട്ട് മൂടി വെച്ചാൽ മതി. ഒരുപാട് കാലം സൂക്ഷിക്കാം. അതുപോലെ ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള തൊലി ഉണ്ടല്ലോ, വെള്ള കളറുള്ള തൊലി മാത്രമാണ് നമ്മൾ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമില്ല. അത് വൈറ്റമിൻസൊക്കെ മിനറൽസും ഒക്കെ അടങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം കളയാറില്ല. നമ്മളും ആ ബ്രൗൺ പാർട്ട് കളയുന്നില്ല. ഇനി അത് നമ്മൾ ആവിക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലോ അങ്ങനെ ഏതെങ്കിലും ആവി തട്ടിൽ വെച്ചിട്ടൊന്ന് 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചൊരു 3-4 മണിക്കൂർ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചക്കക്കുരുവൊക്കെ സിപ്ലോ കവറിലിട്ടിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിൽ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മൂടി ഇട്ടിട്ട് ഫ്രീസറിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ളൊരു ബൗളിലേക്ക് ന്യൂസ് പേപ്പർ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ചക്കക്കുരു കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ മേലെ വേറൊരു പേപ്പർ എടുത്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും ചക്കക്കുരു വെക്കുക. അങ്ങനെ ഒരു എത്ര ലെയർ ആക്കാൻ പറ്റുമോ അത്രയും ലെയർ ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അളവിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുപാട് അളവിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഓരോരോ ആവശ്യത്തിനുള്ളത് കുറേശ്ശെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസൺ അല്ലാത്തപ്പോഴും ചക്കക്കുരു നല്ല ഫ്രഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കറികളും തോരനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം.